ഇതാണ് നമ്മുടെ ലച്ചുവിന്റെയും സച്ചുവിന്റെയും വീട്. ലച്ചു സച്ചു അത്തപ്പൂക്കൾ ഇടുന്ന തിരക്കിലാണ്. ഈ വർഷത്തെ ഓണം അടിപൊളിയാക്കാനാണ് അവരുടെ തീരുമാനം. പക്ഷെ ഈ ഓണം അവർക്ക് ആഘോഷിക്കാൻ പറ്റുമോന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നീ ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് കഴിച്ചോടുന്നേ? ഇന്ന് തിരുവോണായിട്ട് അമ്മ എന്തെല്ലാം കറികൾ വെച്ചെന്ന് അറിയാമോ? ഓ, നിന്റെ ഓട്ടം മൊത്തം അടുക്കളയിലോട്ടായിരുന്നല്ലേ? എടി കുതിച്ചു പാറു, പായസമൊക്കെ വെച്ചിരുമ്പോ അമ്മ എന്നെ നമ്മളെ വിളിക്കും. അപ്പൊ പൊയ്യാ പോരും. സത്യമായിട്ട് സുചേട്ടാ, എനിക്ക് നല്ല വിശക്കൊണ്ട് ഞാൻ ഇത്തിരി പായസം പോയി അമ്മ കുടിച്ചിട്ട് വരാം. പൊക്കോ പൊക്കോ, അമ്മ ഇപ്പൊ തന്നെ എടുത്തു തരും. അമ്മ, അമ്മേ, 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 എന്താ? എനിക്ക് നല്ല വിശക്കുന്നമ്മേ. ഇവിടെ ഇരിക്കും മോളെ. എടി, നീ ആ പേഴ്സിൽ എന്തെങ്കിലും കാണും, അതെടുത്തോണ്ട് ആ പിള്ളേർക്കെല്ലാം വാങ്ങിച്ചു കൊടുക്ക്. അവരിടുന്ന് കരയുന്ന കണ്ടില്ലേ? ചേട്ടാ, അതിലുണ്ടായിരുന്നതല്ലേ ഞാൻ ഇന്നലെ എടുത്ത് ബ്രെഡ് വാങ്ങിച്ചത്. ചേട്ടന് മരുന്ന് കഴിക്കണ്ടായിരുന്നോ? ദൈവമേ, ഏത് സമയത്താണ് എനിക്ക് അസുഖമെന്ന് ചാടി. ഒരു ഓണമായിട്ട് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഒരു ആഹാരമോ വസ്ത്രമോ ഒന്നും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തവസ്ഥയായത്? ചേട്ടൻ വിഷമിക്കല്ലേ. ഡോക്ടർ എന്താ പറഞ്ഞത്? മനസ്സ് വിഷമിപ്പിക്കല്ലെന്നല്ലേ. എന്തായാലും ദൈവം നമുക്കൊരു വഴി കാണിച്ചു തരും, ഉറപ്പ്. ഒരു മാസമായി നമ്മളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഒരു രൂപ പോലും കയ്യിലും ഇല്ല. 2 ദിവസം കഴിഞ്ഞാൽ തിരുവോണം. എന്ത് ചെയ്യും? ഏത് ദൈവമായിന് നമ്മളെ രക്ഷിക്കുന്നു? സുനിപ്പ എങ്ങനെയുണ്ട്? കുറവുണ്ട് ഡോക്ടർ. ഫുഡൊക്കെ കഴിച്ചായിരുന്നു? ഉറക്കമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? പനിച്ചായിരുന്നു ഇന്നലെ? മതി, അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറയാം. ബാക്കിയെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ശരി ശരി, ഓക്കെ. എന്താ സുനി, ഇപ്പൊ കുറവുണ്ടല്ലോ. മരുന്നിന് എഴുതി തരാമേ. ശരി ഡോക്ടർ. 20 ദിവസത്തേക്കുള്ള മരുന്നുണ്ടേ, പുറത്തുനിന്ന് വാങ്ങിക്കണം. പിന്നെ ഫുൾ റെസ്റ്റ് ആയിരിക്കണം കേട്ടല്ലോ. ഡോക്ടർ, എന്താ സുനി? എനിക്കൊരു കാര്യം പറയാനുണ്ട്. 1 മാസമായി ഞങ്ങളിവിടെ വന്ന് കിടക്കുന്നു. ആശുപത്രി ചെലവും എല്ലാം കൂടിയായിട്ട് ഞങ്ങളിൽ ഇനി എല്ലാ പൈസയും തീർന്നു. ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. ഒരു നല്ല ഓണം വരുന്ന 2 ദിവസം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊന്ന് ഡിസ്ചാർജ് ചെയ്ത് തരുമോ? ഞങ്ങളോട് ചെയ്യുന്നൊരു സഹായമായിരിക്കും. സുനിയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ ഈ 20 ദിവസത്തേക്കുള്ള മരുന്ന് ഞാൻ എൻ്റെ വകയായിട്ട് ഞാൻ വാങ്ങിത്തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, വീട്ടിൽ ചെന്നാലും ഫുൾ റെസ്റ്റ് ആയിരിക്കണം. സിന്ധുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടല്ലോ. ഞാൻ പൊന്നുപോലെ ഒരിടത്തും വിടാതെ നോക്കിക്കോളാം. ഓക്കെ, എന്നാൽ പിന്നെ ശരി, നിങ്ങൾ പോവാൻ റെഡിയാവും. ഞാൻ അപ്പോഴത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് വെക്കാം. ചേട്ടാ, എനിക്ക് സത്യത്തിൽ നല്ല വിശക്കുന്നു. മക്കളെ, വീട്ടിൽ ചെന്നിട്ട് അമ്മ കഞ്ഞി വെച്ച് തരാം, വിഷമിക്കണ്ട. നീ എന്തുവാടി പറയുന്നത്? 1 മാസമായി ആശുപത്രി കിടക്കുന്നു. വീട്ടിൽ ഇരിക്കുന്ന സാധനമൊക്കെ പൂത്തു പോയി കാണത്തില്ലേ? അതാണോ ഈ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കുന്നത്? പിള്ളേരെ സമാധാനപ്പെടുത്താൻ ഞാൻ പിന്നെ എന്ത് പറയണം ചേട്ടാ? ക്ഷീണം തോന്നുന്നുണ്ടോ? അല്ല,
പിള്ളേരെ വിശപ്പിൻ്റെ കാര്യം ഒരു തീരുമാനം എടുക്കണ്ടേ? ലച്ചു സച്ചിങ് വാ. അച്ഛൻ പറയുന്ന പോലെ കേൾക്കൂ. അവിടെ ഒരിടത്ത് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും പോയി ഓരോ പൊതി ചോറ് കഴിച്ചുണ്ടോ? നമുക്ക് വീട്ടിൽ പോയി അത് കഴിക്കാം. എന്താ? ശരി അച്ഛാ, നമ്മൾ പോയിട്ട് വരാം. അമ്മ അച്ഛൻ്റെ കൂടെ ഇരുന്നോ? പാലിച്ചു. മക്കൾ എങ്ങോട്ട് പോകുന്നു? അവിടെ പൂച്ചോറ് കൊടുക്കണം. പൊതിച്ചോറൊക്കെ തീർന്നല്ലോ മക്കളെ, നേരത്തെ പോയേണ്ടതല്ലേ, താമസിച്ചു പോയല്ല. ചേട്ടാ ചോറ് തീർന്നു പോയല്ലോ, ഇനി എന്ത് ചെയ്യും? അമ്മയ്ക്കും അച്ഛനും ഭയങ്കര സങ്കടാവും. പാവം കൊച്ചുങ്ങൾക്ക് ചോറ് കിട്ടിയില്ലല്ലോ. നീ വിശപ്പിക്കണ്ട, സാരമില്ല. നമുക്ക് അപ്പുറത്തെ പറമ്പിൽ ചെന്ന് മാങ്ങാപ്പഴം അമ്മയ്ക്ക് അച്ഛനെ അരിഞ്ഞുകൊണ്ട് കൊടുക്കാം. ആ എന്നാ ഓക്കെ, വാ പോവാ. ഹലോ, ഒന്ന് നിന്നേ. രണ്ടുപേരും വരൂ. എന്താ അങ്ങളെ വിളിച്ചത്? എവിടെ പോയി വരുന്നു രണ്ടുപേരും? അച്ഛൻ ചോറ് മേടിക്കാൻ പറഞ്ഞായിരുന്നു, അവിടെ ചെന്ന് ചോറെല്ലാം കഴിഞ്ഞു. അത്രേ ഉള്ളോ? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? ഇല്ല അങ്കിളെ. ചുമ്മാതെ അങ്ങളെ, നല്ല വിശപ്പുണ്ട്. ആഹാ, ഇത്രേ ഉള്ളോ? ഈ ചോറ് നിങ്ങൾ കൊണ്ടുപോയി കഴിച്ചു. അത് വേണ്ട, അത് അങ്കിള് വാങ്ങിയതല്ലേ, അങ്കിള് കഴിച്ചു. അയ്യോ, ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല. ഈ ഹോസ്പിറ്റലിലെ ഒരു കാല് വയ്യാത്ത ഒരാളുണ്ടായിരുന്നു, ആ പുള്ളിക്കാരന് വേണ്ടി വാങ്ങിച്ചതാ. ഞാൻ ഈ ചോറ് വാങ്ങിച്ചോണ്ട് അവിടെ ചെന്നപ്പോൾ അങ്ങനെ കാണാനില്ല. അപ്പൊ പിന്നെ ഇത് ഞാൻ ഇനി എന്താ ചെയ്യാനാ? അപ്പൊ നിങ്ങൾ കൊണ്ടുപോയി കഴിക്കും. ശരി അങ്കിളെ, ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ പോട്ടെ. മക്കളെ വാ, ചോറ് കഴിക്കാം. ക്ഷീണം തോന്നുന്നുണ്ടോ? കുറച്ചാണെങ്കിൽ നമുക്ക് 4 പേർക്കും കൂടെ കഴിക്കാം. അമ്മ, എന്താ മോളെ? അമ്മ എല്ലാ ആണെന്നും പറയും പോലെ ഒരുപാട് കറികളൊക്കെ വെച്ച് ഊഞ്ഞാലൊക്കെ കെട്ടി, പിന്നെ ഓണക്കൊടിയൊക്കെ എടുത്തരൂ, അതാ പറ്റിക്കോ? മോളെ, നമുക്കിന്ന് ദൈവം ഈ അന്നം തന്നതുപോലെ ഒരു തിരുവോണ നാളിലും ഒരു വീടും പട്ടിണിയാക്കില്ല. അങ്ങനെ പട്ടിണി ആക്കില്ല നമ്മുടെ പൊന്നു തമ്പുരാൻ മാവേലി, കേട്ടോ. അതുകൊണ്ട് നമ്മളും ഓണം ആഘോഷിക്കുമെന്ന് വിശ്വസിക്കുക. ചേട്ടാ, ചോറിന് ഒരു പൊതി. പൊതിയോ? എന്ത് കറി വല്ലതും ആയിരിക്കും? സ്വർണ്ണമാണെന്ന് തോന്നുന്നു. സ്വർണ്ണോ? കൂടെ ഒരു കത്തും. കത്തോ? നീ ആ കത്തെടുത്തൊന്ന് വായിച്ചേ. പ്രിയ കുടുംബമേ, ദൈവം നിങ്ങളുടെ വിഷമവും സങ്കടങ്ങളും കേട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവകടാക്ഷത്താൽ ഒരു വിഹിതം നിങ്ങൾക്ക് നൽകുന്നു. ഇത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്, നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് സ്വന്തം മാവേലി. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.